ഹലോ നമസ്കാരം, വെൽക്കം ടു ഡേ ഡ്രീംസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് GoPro Hero 9 ബ്ലാക്കിൻ്റെ അൺബോക്സിങ് ആൻഡ് സെറ്റപ്പ് വീഡിയോ ആണ്. ഈ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. GoPro ക്യാമറേൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് GoPro Hero 9 ബ്ലാക്ക്. ഇപ്പോൾ സെപ്റ്റംബർ 16 ഇതൊരു ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ വേർഷനെക്കാട്ടും കുറച്ചുകൂടി പുതിയ രീതിയിൽ അവർ നന്നായിട്ട് ഫീച്ചേഴ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയിട്ടാണ് ഈ ഒരു ക്യാമറ മേടിച്ചത് മർദീവ് സിറ്റി സെൻറ്ററിൽ വെർജിൻ മെഗാ സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 1889 dirhams ആണ്. ഇതിൻ്റോടൊപ്പം ഞാനൊരു സാൻഡിസ്കിൻ്റെ ഒരു മെമ്മറി കാർഡ് കൂടി മേടിച്ചു, 128 GB. സാധാരണ ഒരു മെമ്മറി കാർഡിനെക്കാട്ടും ഏറ്റവും നല്ലത് നമുക്ക് ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഗോപ്രോനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെമ്മറി കാർഡാണ്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് സാൻഡിസ്കാണ്. സാൻഡിസ്ക് 128 GB. അപ്പോൾ ഹൈ പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെമ്മറി കാർഡാണ്. അപ്പോൾ ഞങ്ങൾ അതാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഗോപ്രോ ലേറ്റസ്റ്റ് വേർഷൻ്റെ പുതിയൊരു പാക്കിംഗ് ആണ് ഇപ്പം നമുക്ക് കാണുന്നത്. സാധാരണത്തെക്കാട്ടും ഡിഫറെൻ്റ് ആയിട്ട് രീതിയിലാണ് അവർ പാക്ക് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്കിനി തുറന്ന് കാണാം. ഗോപ്രോൻ്റെ പ്രീവിയസ് മോഡൽസിലൊക്കെ നമുക്ക് കാണാം, അത് പാക്കിംഗ് ഒക്കെ വളരെ യൂസ് ആൻഡ് ത്രോ രീതിയിലാണ്. പക്ഷേ അവർ ഈ പ്രാവശ്യം അത് നന്നായിട്ട് ഡിഫറെൻ്റ് രീതിയിലാണ് ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു പാക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരൊരു ചെറിയൊരു ബോക്സിൽ, സിപ്പറുള്ള ഒരു ബോക്സിൽ വെച്ചിട്ടാണ് നമുക്കത് ഗോപ്രോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു ചെറിയൊരു പേപ്പറുണ്ട്, സബ്സ്ക്രൈബ് ടു ഗോപ്രോ എന്നുള്ള രീതിയിലുള്ള ഒരു പേപ്പർ, അവരുടെ ഡീറ്റെയിൽസും അതുപോലെ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു മാനുവലാണ്. അതുപോലെ എൻ്റെ ബാക്കിൽ സ്റ്റിക്കേഴ്സ് ഉണ്ട്. നമുക്ക് ഹെഡ് മൗണ്ട് ചെയ്യാനുള്ളത് എങ്ങനെയാണ്, അതുപോലെ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയൊക്കെയാണെന്ന് അതിൽ കാണാം. പിന്നെയുള്ളത് സാധാരണ നമ്മൾ ചോദിക്കാനുള്ള ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ, അത് പല ഭാഷയിൽ അവരൊരു ചെറിയൊരു ബുക്ക്ലെറ്റ് പോലെ നമുക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ചാർജ് ചെയ്യാനുള്ള പോർട്ട്, അത് സി ടൈപ്പ് പോലെയാണ് കാണുന്നത്. പിന്നെ ഹെഡ് മൗണ്ട് ചെയ്യാനുള്ളത്, ഹെൽമെറ്റിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഗോപ്രോൻ്റെ അടിയിൽ നമുക്ക് സ്ക്രൂ ചെയ്തിട്ട് ടൈറ്റൻ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. പിന്നെ മെയിൻ അട്രാക്ഷൻ ബാറ്ററിയാണ്. ബാറ്ററി പഴയതിനെക്കാട്ടും കൂടുതൽ ഒരു 30% മോറാണ് ഈ പ്രാവശ്യം അവർ ബാറ്ററി ലൈഫ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ഹൈലൈറ്റഡ് വേർഷനാണ്. പിന്നെ ഇന്നത്തെ സ്റ്റാർ ഗോപ്രോ ഹീറോ 9 ബ്ലാക്ക്. ക്യാമറ ഇപ്പോൾ കാണുമ്പോൾ വളരെ ക്യൂട്ടാണ്, അതേപോലെ സൈസും അത്രയേ ഉള്ളൂ. ഈ ഞാൻ സ്കെയിലൊക്കെ വെച്ചിട്ട് ഞാൻ നോക്കി, വളരെ ചെറിയൊരു പീസ്. പക്ഷേ ഇതിൽ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇനി ഗോപ്രോയിൽ നമുക്ക് ബാറ്ററി ഇട്ടിട്ട് നമുക്ക് ഒന്ന് സെറ്റപ്പ് ചെയ്യാം. ഇതിനോടൊപ്പം വേണമെങ്കിൽ നമുക്ക് മെമ്മറി കാർഡ് വയ്ക്കാം. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ഗോപ്രോ ഇങ്ങനെ ഓണാക്കുന്ന രീതിയിൽ പോലെ തന്നെ നമുക്ക് സൈഡ് ബട്ടണിലാണ് ഇതിൻ്റെ ഓണും ഓഫൊക്കെ ഉള്ളത്. അപ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അപ്പോൾ തന്നെ ഒരു സെറ്റിങ്സൊക്കെ സ്റ്റാർട്ടാകും. അപ്പോൾ ആ സെറ്റിങ്സിൽ നമ്മൾ ലാംഗ്വേജ് പ്രിഫർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഗോപ്രോ ആപ്പിൽ പോയിട്ട് നമ്മളത് പെയർ ചെയ്യും വേണം. പെയർ ചെയ്യേണ്ട സ്ക്രീൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലത്തെ ക്യാമറയും വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ പോയിട്ട് മൊബൈലിൽ പോയിട്ട് നമ്മുടെ ഗോപ്രോ ആപ്പിൽ പോയിട്ട് ലിങ്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ GoPro Hero 9 എന്നുള്ള സാധനം അതിൽ വരും. അപ്പോൾ അത് നമ്മുടെ ബ്ലൂടൂത്ത് ഓൺ ആയിട്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് അവിടുത്തെ ഫൂട്ടേജൊക്കെ നമുക്ക് ഈ ക്യാമറയിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ക്യാമറ ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ ക്യാമറയിൽ നമുക്കിപ്പോൾ പുതിയ ഫീച്ചറായിട്ട് 5K ആണ്, അതുപോലെ ഹൈപ്പർ സ്മൂത്ത് 3.0 ആണ്. അപ്പോൾ ഇതിലാകെ 3 കാര്യങ്ങളിലാണ് GoPro 8 ആയിട്ട് ഡിഫറൻസ്. ഒന്ന് ഫ്രണ്ട് ക്യാമറ, അതേപോലെ തന്നെ ഹൈപ്പർ സ്മൂത്ത് 3.0 ആണ്, പിന്നെ നമുക്ക് 5K ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. എല്ലാവർക്കും ഈ ഒരു അൺബോക്സിങ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോയുമായി ഡേ ഡ്രീംസിൽ കാണാം.